ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇതിനു മുമ്പും ലഹരിയെപ്പറ്റി അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ളവരല്ലേ? ഉണ്ട്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നൽകേണ്ട ആവശ്യകത ഉള്ളതാണ്. രാവിലെ കാപ്പി കുടിച്ച് എത്ര പേരുണ്ട്? ഭക്ഷണം കഴിക്കാനല്ല ഉദ്ദേശിച്ചത്, കട്ടൻ കാപ്പിയോ ചായയോ കുടിച്ചിട്ട് വന്ന എത്ര പേരുണ്ട്? ചുമ്മാ കൈവയ്ക്കാൻ നല്ലൊരു ശതമാനം ആൾക്കാർ കാപ്പി കുടിക്കും. കാപ്പി കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത പോലുള്ള ആരെങ്കിലും ഉണ്ടോ? രാവിലെ കാപ്പി മീൻസ് ഭക്ഷണമല്ലേ ഉദ്ദേശിച്ചത്, കട്ടൻ കാപ്പിയോ ചായയോ പതിവില്ലാതെ ഒരു ദിവസം കുടിക്കാതെ പോയാൽ രാവിലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അയ്യോ എന്ന് കാപ്പി കുടിച്ചില്ലല്ലോ എന്ന് തോന്നാറുണ്ടോ? എനിക്കൊക്കെ തോന്നാറുണ്ടോ? കാരണം അത് ശീലമായതുകൊണ്ടാണ്. അല്ല നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പേരൻസിനോടൊക്കെ ചോദിച്ചാൽ മതി. അവർക്ക് രാവിലെ ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്കൊക്കെ പറമ്പിലോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് ജോലിക്ക് പോകുന്നവരാണെങ്കിലും രാവിലെ അവരൊരു കാപ്പി കുടിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? കാരണം എന്താ, ഈ കാപ്പിക്കകത്ത് കാപ്പിപ്പൊടി എന്നൊക്കെ പറയുന്നത് അതിനകത്തൊക്കെ കഫീനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് ആക്ച്വലി എന്താണ്? ഒരു ഉത്തേജകമാണ്. ഇത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കാരണം നമ്മൾ ശീലിച്ച ഒരു സാധനം ആയതുകൊണ്ട് ഇത് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു ചെറിയ അസ്വസ്ഥതയുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കാപ്പി കുടിക്കുന്നത്, നമുക്കൊരു ശീലമാവും. ചില ആൾക്കാരുണ്ട് കൃത്യം ഉച്ചയ്ക്കാണെങ്കിൽ ഒരു 2 മണി 3 മണിയാകുമ്പോൾ അവർക്ക് കാപ്പി കിട്ടണം. പണിക്കാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പണിക്കൊക്കെ വരുമ്പോൾ അവർക്ക് കൃത്യം ഒരു 3 മണിയാകുമ്പോൾ ഒരു കാപ്പി വേണം. രാവിലെ ആണെങ്കിലും അതുപോലെ തന്നെ ഇതൊരു ശീലമായതാണ്. അത് അവർക്കൊരു അഡിക്ഷനാണെന്ന് ചോദിച്ചാൽ അഡിക്ഷനാണ്. പക്ഷേ മോശമാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം കാപ്പി അത്ര വലിയ പ്രശ്നക്കാരനല്ല. പക്ഷെ ഒരു ചെറിയ എന്താണ് ഒത്തിരി പറഞ്ഞു പോകുന്നില്ല. ഒരു 3 സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്. ഒത്തിരി വലിയ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ കണ്ടതും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഞാൻ ഈ സ്കൂളിൽ വരുന്ന ഒരു 5-6 വർഷം മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. ഞങ്ങളെല്ലാം കൂടെ കുറച്ച് പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന പരിപാടി ട്യൂഷനൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ എല്ലാ വിഷയത്തിനും A+ വാങ്ങി ഞങ്ങളവിടെ നല്ലപോലെ പഠിച്ചിറങ്ങിപ്പോയ ഒരു പയ്യൻ. അതിനുശേഷം +1 ഞങ്ങളവിടെ പഠിക്കാൻ വന്നു. നല്ല പയ്യനാണ്, ഒറ്റ മോനായിരുന്നു, വീട്ടിലൊരു ഒറ്റ കൊച്ചേ ഉള്ളൂ. നല്ലപോലെ പഠിക്കാൻ മിടുക്കനായിരുന്നു, എല്ലാ വിഷയത്തിനും A+ ഒക്കെ വാങ്ങിപ്പോയായിരുന്നു. +1 അവൻ പഠിക്കാൻ വന്നു. വലിയ കുഴപ്പമില്ലാതെ +1 ഒരു ഓണപ്പരീക്ഷ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ട്. അത് കഴിഞ്ഞ് ഈ ഫസ്റ്റ് ഇയർ അതായത് +1 എക്സാമിന് മുമ്പ് ഞങ്ങളിങ്ങനെ ക്ലാസ് എടുത്തോണ്ട സമയത്ത് അവൻ്റെ ക്ലാസ്സിനിടയ്ക്ക് അവൻ ബോക്സ് തുറന്നിട്ട് തന്നെ ഒരു സാധനം കാണിച്ചു. ഒരു ചെറിയൊരു പേപ്പർ പോലൊരു സാധനം, ചെറിയ തരി പോലത്തെ ഒരു കട്ടിയില്ലാത്തൊരു കുഞ്ഞു പേപ്പർ. എന്നിട്ട് എന്നോട് ചോദിച്ചത് എന്നാന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിടാ എനിക്കറിയില്ല, ഞാൻ 5-6 വർഷം മുമ്പത്തെ സംഭവം. എന്നോട് ചോദിച്ചാൽ എന്നാ ഇത് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് അറിയത്തില്ല. അവൻ ചിരിച്ചു. പക്ഷെ എനിക്ക് അറിയത്തില്ലാത്തതിൻ്റെ പേരിൽ അവൻ ചിരിച്ചിട്ട് അവരൊന്ന് മടക്കി അവൻ്റെ ബോക്സിനകത്ത് ചോദിച്ചു, മടക്കി വെച്ചു. ഞാൻ അത്ര കാര്യമാക്കില്ല, എനിക്ക് എന്നാന്ന് പോലും അറിയത്തില്ല സംഭവം. അതിനുശേഷം ഒരു 2-3 ദിവസത്തിന് ശേഷം ഒരു ദിവസം ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററിൻ്റെ സ്റ്റെയർ കേസിൻ്റെ താഴെ കുറച്ച് ഇതുപോലെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഇവനും ഇവൻ്റെ 2-3 കൂട്ടുകാരും കൂടെ അവിടെ ഒന്ന് സീട്ട് വലിക്കുന്നുണ്ട്. അപ്പം സീട്ട് വലിക്കുന്നത് ആ പ്രായത്തിൽ പിള്ളേരാണ്, അവിടെ ഇവിടെയൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കിയില്ല. എന്നാലും ഞാനങ്ങനെ അവന്മാരെ വിളിച്ചത് ഇവിടെ വെച്ചിട്ടൊന്നും പറ്റത്തില്ല, നിങ്ങൾ അത്ര നിർബന്ധമാണ് പുറത്തു പോയി കഴിഞ്ഞാൽ കാണിച്ചു, ഇവിടെ ബാക്കി പിള്ളേരൊക്കെ വരുന്നതാണ്, പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ വെച്ച് ഒരു കാരണവശാലും പാടില്ലെന്നും പറഞ്ഞു. ഒത്തിരി ചീത്ത പറയാനൊന്നും പോയില്ല, പാടില്ല, മോശമാണ്, ഉപയോഗിക്കാതിരിക്കുക, ഇവിടെ വെച്ച് ഒരു കാരണവശാലും ചെയ്യരുതെന്നും പറഞ്ഞു. ഓക്കെ. അതിനുശേഷം അതവരെ മൈൻഡ് ചെയ്തില്ല. ഒരു 2-3 ദിവസത്തിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ അന്ന് എന്നെ കാണിച്ച ആ പേപ്പർ വെച്ച് കുറച്ച് പരിപാടികൾ, അതായത് അതിനകത്ത് എന്തോ ചെറിയ പൊടി പോലെയൊക്കെ ഇട്ട് ഇവരിത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല, കുറച്ച് കൈവിട്ട് പോയതെന്ന് മനസ്സിലായി. ഞാൻ അന്നും ഇവനെ വിളിച്ച്, അന്ന് പേരൻസിനെ ഞാൻ അറിയിച്ചില്ല കാര്യം, ഇവനോട് മര്യാദ ആയിക്കോളും എന്ന് വിചാരിച്ച് ഇവനോട് ഇതിനെപ്പറ്റി വീണ്ടും പാടില്ല, ചെയ്യരുത്, പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു വിട്ടു. സംഭവിച്ചതെന്ന് ചോദിച്ചാൽ +2 റിസൾട്ട് വന്നപ്പം 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയ പയ്യനാണ്. +2 റിസൾട്ട് വന്നപ്പം 6 വിഷയങ്ങളിൽ 3 വിഷയത്തിന് അവൻ തോറ്റുപോയി. ഞാൻ തമാശ പറഞ്ഞല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അവൻ്റെ പേരൻസ് ഒക്കെ അത് കഴിഞ്ഞ് എന്നാ സംഭവിച്ചു എന്നൊക്കെ അതിനിടയ്ക്ക് ഞങ്ങൾ പേരൻസിനെ പിന്നെ വിവരം അറിയിച്ചു. കാരണം പഠിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇവൻ്റെ പേരൻസിനെ കാര്യമൊക്കെ അറിയിച്ചു. അവർ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പുള്ളിക്കാരനൊക്കെയാണ് കരഞ്ഞോണ്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അത്രയും ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു പയ്യനാണ്. അപ്പം ഇത് പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ
ഇതൊക്കെ നമ്മളെ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ പഠനത്തെയും മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിച്ചേക്കാം. നിങ്ങളാരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു ചെറിയ സർക്കിളിൽ ഒരു 2-3 കൂട്ടുകാർ കൂടുന്നതിനിടയ്ക്ക് ആരെങ്കിലും ഒരാൾ നിങ്ങളോട് ഇതിനെപ്പറ്റി പറയുക, എടാ ഒരു ദിവസം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലേ കുഴപ്പമുള്ളൂ, അതുകൊണ്ട് ഒന്ന് നീ ശ്രമിച്ചു ചുമ്മാ ഒന്ന് നോക്ക്, എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്ക്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കാൻ സാധ്യതകളുണ്ട്. മനുഷ്യനാണ്, ദൈവത്തിന് പോലും പ്രലോഭനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെ ഇങ്ങനെ ചോദിക്കും, എടാ ഒരു തവണയല്ലേ, കുഴപ്പമൊന്നുമില്ല, ഉപയോഗിച്ചു. അപ്പം നമ്മൾ തന്നെ വിചാരിക്കും, ഇപ്പോൾ ഒരു തവണയൊന്നും ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് എന്നാ സംഭവിക്കാനാ, എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, ആരും അറിയത്തൊന്നുമില്ല, ഇതിനങ്ങനെയുള്ള സ്മെല്ലുള്ള കേസൊന്നുമല്ല, അതുകൊണ്ട് പിടിക്കത്തൊന്നുമില്ല, ഒന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് അറിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേണ്ടെന്ന് വെച്ചോളൂ. ഈ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കും? അടുത്ത തവണ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് തോന്നും. അപ്പോഴും നമ്മളെന്താ വിചാരിക്കും, 2 തവണ വിഷയമുള്ള കേസൊക്കെ, കൂടുതലായാലല്ലേ പ്രശ്നമുള്ളൂ. പിന്നെ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന പോലൊരു തോന്നലിലേക്ക് ചെന്നു വിടും. അപ്പം നമ്മൾ എന്ത് പഠിക്കണം? നോ പറയാനായിട്ട് പഠിക്കണം. നിങ്ങൾ ഈ സിനിമയൊക്കെ കാണാറുള്ളവരാണല്ലോ, ഒത്തിരി പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട്. എന്നാൽ മലയാളത്തിലൊരു മെമ്മറീസ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഒന്നും കാണാറൊന്നുമില്ലേ? അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു, 2012 ഇറങ്ങി, മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയ്ക്കകത്തൊരു പോലീസ് ഓഫീസറുണ്ട്, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറാണ്. അയാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ട്രാജഡി സംഭവിച്ചതിന് ശേഷം അയാളൊരു മുഴുകുടിയനായിട്ട് മാറും. എന്ന് വെച്ചാൽ അയാൾക്ക് എപ്പോഴും മദ്യം കയ്യിലുണ്ടാവണം. അയാളൊരു നല്ല പോലീസ് ഓഫീസറാണ്. അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു നിർണായകമായ കേസ് അന്വേഷണം ഈ പുള്ളിയെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ പുള്ളി ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും മദ്യമുണ്ട് പുള്ളിയുടെ, എപ്പോഴും ഒരു ചെറിയ ബോട്ടിലുണ്ട്. അങ്ങനെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇയാൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന വഴിക്ക് ഈ പ്രതിയെ കണ്ടെത്തുന്നുണ്ട്. ഒരു രാത്രിയിൽ നല്ല മഴയുള്ള ദിവസം ഈ പ്രതിയെ കണ്ടെത്തുകയാണ്. പ്രതിയെ കണ്ടെത്തിയ ഇയാള് ആ പ്രതിയുടെ പുറകെ ഓടുകയാണ്. പോലീസുകാരൻ ആ ആളെ കീഴടങ്ങാനായിട്ട് പുറകെ ഓടുകയാണ്. അപ്പോൾ ഈ ക്രൈം ചെയ്ത ആൾ നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. ഈ പോലീസുകാരൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നന്നായിട്ട് ഓടാൻ പറ്റുന്നില്ല. ഒരു 2-3 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ അയാൾ അവിടെ പതിയെ വീഴാൻ ശ്രമിക്കുകയാണ്. നിലത്ത് വീണ്ടും കിടന്ന് നിലവിളിച്ച് കരയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ലഹരി അല്ലെങ്കിൽ മദ്യം പോലുള്ള സാധനങ്ങൾ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി എത്രമാത്രം വീക്കാകുമെന്ന് കാണിച്ചു തരാൻ ഒരൊറ്റ മിനിറ്റ് ഒരു സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. എത്രമാത്രം നമ്മുടെ ശരീരത്തെ വീക്കാക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തെയും നമ്മുടെ ബോധ മനസ്സിനെയും എത്രമാത്രം ലഹരിക്ക് സ്വാധീനിക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനാണ്. രണ്ടാമത് ഞാൻ ഇപ്പം പറഞ്ഞ സിനിമയിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ഇത് എത്രമാത്രം തളർത്തി കളയും എന്നുള്ള സിറ്റുവേഷനാണ്. 2 കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാകും. എത്രമാത്രം ഇത് നമ്മളെ സ്വാധീനിച്ച് നമ്മളെ മോശമാക്കി കളയും എന്നുള്ള 2 കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പം ഇതൊരു പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഒരു 2-3 കൂട്ടുകാർ കൂടുന്ന വഴിക്ക് നമുക്ക് ഇതിനെപ്പറ്റി ഒരു അറിവ് കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് ചെയ്തേക്കാമോ എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ അതിജീവിക്കാനായിട്ട് സാധിക്കും? നിങ്ങളുടെ വീട്ടുകാരെ പറ്റിയൊക്കെ ചിന്തയുണ്ടോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ സിറ്റുവേഷനിൽ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ ഇതൊന്നും ബാധിക്കുന്ന സാധനങ്ങളായിരിക്കത്തില്ല, മേ ബി എപ്പോഴെങ്കിലും സംഭവിക്കാവുന്നതായിരിക്കാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി വന്നാൽ എപ്പോഴും എന്ത് ഓർമ്മയുണ്ടാകണം? നമുക്കൊരു വീടുണ്ടെന്നും നമുക്കൊരു അച്ഛനുണ്ടെന്നും നമുക്കൊരു അമ്മയുണ്ടെന്നും നമുക്ക് സഹോദരങ്ങളുണ്ടെന്നും അവരൊക്കെ നമ്മളെ ആശ്രയിക്കുന്നുണ്ടെന്നും അവർക്ക് നമ്മളെ വേണമെന്നും നമുക്ക് അവരെ വേണമെന്നുമുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല. നമ്മുടെ വീട്ടുകാരെ പറ്റിയൊക്കെ ചിന്തയില്ലാതെ പോയി കഴിയുമ്പോഴാണ് പതിയെ നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാറിപ്പോകുന്നത്. അതുകൊണ്ട് നോ പറയാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? മകൻ അച്ഛനെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ മകൻ അമ്മയെ കൊലപ്പെടുത്തി, സഹോദരങ്ങളോട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ, ഇതൊക്കെ ഇതിൻ്റെ ആരംഭങ്ങളാണ്. അത്തരം കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരെല്ലാവരും എന്തെങ്കിലും രീതിയിലുള്ള ലഹരിക്ക് അടിമകളായിട്ടുള്ളവരായിരിക്കും. കാരണം ഇത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കും? നമ്മൾ വേറൊരു ലോകത്തായിരിക്കും. നമ്മുടെ മൈൻഡ് വേറൊരു അതിൻ്റെ കെട്ട് പോയി കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു ഓർമ്മയും കാണത്തില്ല. അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്തതാണോ എന്ന് സ്വയമായിട്ട് ചിന്തിച്ചു പോകും. ആ ഒരു സാധനം തലയിൽ കിടക്കുന്നതിൻ്റെ കിക്കാണ് നമ്മളെ കൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്. ബോധ മനസ്സിൽ ചെയ്യുന്നതായിരിക്കില്ല. സ്വന്തം അച്ഛനെ അമ്മയെ നമുക്ക് ആർക്കെങ്കിലും വല്ലതും ദ്രോഹിക്കാൻ തോന്നുന്നു?
ദേഷ്യത്തിൽ മുന്നിൽ സംസാരിക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരാളോട് നമുക്ക് മോശമായിട്ട് പെരുമാറാൻ പറ്റുന്നത് എങ്ങനെ? ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇതുപോലുള്ള സാധനങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് ഇതൊക്കെ ശീലിപ്പിക്കുന്നതാണ്. നിങ്ങൾ ആരും ചെയ്യുന്നല്ല പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ ആരംഭത്തെ പറ്റി, തുടക്കം എന്ന് പറയുന്നത് ചില സാധനങ്ങൾ ശീലിച്ച് തുടങ്ങുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പം ഒരിക്കലും അതിൻ്റെ പുറകെ പോകാൻ പാടില്ല. സാഹചര്യങ്ങൾ ഉണ്ടാകപ്പെടും. കാരണം ഇത് വളരെ ഞാൻ ആദ്യം പറഞ്ഞ ചെറുക്കൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 6 വർഷം മുമ്പ്. ഇന്ന് എത്രമാത്രം രോഗം വളർന്നെന്നും ഈ സാധനങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്രമാത്രം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്നും എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ. സോ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകപ്പെടും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കൃത്യമായിട്ട് പഠിക്കണം. ഒഴിഞ്ഞു മാറാൻ അല്ല സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആരെ പറ്റി ചിന്തിക്കണം? നമ്മുടെ വീട്ടുകാരെ പറ്റി ചിന്തിക്കണം. നമ്മൾ ദൈവത്തെ പറ്റി ചിന്തിക്കണമെന്ന് പറയുന്ന പോലെ തന്നെയാണ്. നമുക്കൊരു വീടുണ്ടെന്നും എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്നും അല്ലെങ്കിൽ അവരെ ആശ്രയിക്കുന്ന ഞാനുണ്ടെന്നും എനിക്ക് അവർ വേണം അവർക്ക് എന്നെ വേണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ, നമ്മുടെ വീട്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഒരു ലഹരിക്ക് നമ്മളെ കീഴടക്കാനായിട്ട് പറ്റത്തില്ല. ആ ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്, നമുക്ക് ആരുമില്ല അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ടെന്നുള്ള ചിന്ത ഉണ്ടായി കഴിയുമ്പോഴാണ് മറ്റു പലതിൻ്റെ പുറകെ നമുക്ക് പോകാനായിട്ട് തോന്നുന്നത്.